തുടരണം താങ്കൾ. ശ്രീകുമാർ, നമ്മുടെ നാടൊരു വലിയ നേട്ടം സ്വന്തമാക്കുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ നേട്ടം നിങ്ങളെ ഇത്ര പൊള്ളിക്കുന്നത്? നമ്മൾ അഭിമാനത്തോടെ, നമ്മളെല്ലാവരും മലയാളികളല്ലേ, നമ്മുടെ സംസ്ഥാനം രാജ്യത്ത് ലോകത്ത് അംഗീകരിക്കപ്പെടുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടവരല്ലേ നമ്മൾ. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രമാത്രം അതിൽ ദേഷ്യം വരുന്നത്? അത് തുറന്നു പറയുന്നത് നിങ്ങളുടെ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? അല്ല, ആര് പറഞ്ഞു വളഞ്ഞിട്ട് ആക്രമിക്കുന്നു? സത്യസന്ധമായ കാര്യങ്ങൾ എഴുതുകയും പറയുകയും ചെയ്ത ആരും ഒന്നും പറയില്ല. ഇത് നുണയാണോ? ശശി തരൂർ എഴുതിയ നുണയാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ പറയട്ടെ, എന്നെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കട്ടെ. അതായത് ഞാൻ ചോദിക്കേ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഡാറ്റകളെ കുറിച്ചൊക്കെ മുമ്പും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, കോവിഡ് കാലത്ത് അടക്കം. ഇവിടെ എനിക്കൊന്ന് വളരെ പ്രധാനമായി ഇടപെടേണ്ടി വരും. താങ്കൾ എത്ര പറഞ്ഞാലും ഞാൻ ഇടപെടും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ അതിനൊരു മറുപടി പറയാം. നിങ്ങളുടെ ആളുകൾ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട സ്ഥിരം പറയുന്ന കാര്യമാണ്, ഇത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഡാറ്റകൾ വെച്ച് ചെയ്യുന്നതല്ലേ എന്ന്. കഴിഞ്ഞ ദിവസം കല്യാൺ ഗ്രൂപ്പിന്റെ MD പട്ടാഭിരാമൻ കല്യാണരാമൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും ഇത്തരത്തിൽ ചർച്ച വന്നിരുന്നു. ഇത് കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഡാറ്റ വെച്ച് പറയുന്നതല്ലേ എന്ന ചർച്ച വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശദമായി അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അങ്ങനെയല്ല. ഓരോ സംരംഭകരെയും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഉദ്യോഗസ്ഥർ വിളിച്ചെടുത്ത് അവരിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അറിയപ്പെടുന്ന വ്യവസായി കല്യാൺ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പറഞ്ഞതാണ്. കല്യാൺ ഗ്രൂപ്പിന്റെ ചെയർമാൻ പറഞ്ഞത് അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. അല്ല, അത് വിഷയമാണ്. കാരണം ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യവസായിയാണ്. ആ വ്യവസായ മേഖലയെ കുറിച്ചാണ് ഈ പരാമർശം വന്നതെന്നേ. അത് വിഷയമാണെന്നേ. ഫോണിൽ വിളിച്ചിട്ട് പിന്നെ അല്ല, അങ്ങയുടെ അഭിപ്രായം ഞാൻ കേൾക്കാം. പക്ഷേ വസ്തുതാവിരുദ്ധത പറഞ്ഞാൽ തിരുത്തേണ്ടി വരും. അല്ല, വസ്തുതാവിരുദ്ധതയാണെങ്കിൽ സത്യാവസ്ഥ നിങ്ങൾക്ക് വസ്തുതാവിരുദ്ധമായിട്ട് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അപ്പോൾ ഈ പറയുന്ന വ്യവസായികളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണെന്നാണ് അങ്ങ് പറയുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കാണ്ട് നിങ്ങൾ സംസാരിച്ചാൽ പിന്നെന്താ കാര്യമുള്ളത്? ഞാൻ പറയുന്നത്, കേരള ഗവൺമെന്റിന്റെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നോ ഏതെങ്കിലും കണക്കുകളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്കുകളിൽ തെറ്റിദ്ധരിച്ച് ശശി തരൂർ എഴുതിയ ലേഖനം അദ്ദേഹം തിരുത്തണമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ശശി തരൂർ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ പ്രശംസിക്കുമ്പോൾ, ശശി തരൂർ 2020 ഡിസംബർ 20 മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ലേഖനമുണ്ട്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ CPMന്റെ വക്താക്കൾ എന്നെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അത് കാപട്യമാണെന്ന് ജനം തിരിച്ചറിയണം എന്നും ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ശശി തരൂരിന്റെ ഇന്നത്തെ നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തില് ശശി തരൂരിനെ പുകഴ്ത്തി അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്നും ഒരു കാര്യമില്ല. കാരണം ആരെങ്കിലും ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുക എന്ന ഏറ്റവും വലിയ ഒരു മര്യാദ അതെല്ലാവരും കാണിക്കാറുണ്ട്. അതാണ് ശശി തരൂരിനോട് എല്ലാവരും കാണിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. ഏത് കണക്കുകൾ, എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ ലേഖനം എഴുതിയത്? അദ്ദേഹം പറയുന്നു, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാർട്ടപ്പ് മേഖലയെക്കുറിച്ച് ഞാൻ ആ ലേഖനത്തിൽ പരാമർശിച്ചത്. അത് CPM സർക്കാർ ഉണ്ടാക്കിയൊന്നുമല്ല. ലോകത്തെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തെക്കുറിച്ച് ലോകത്ത് ഒന്നടങ്കം വരുന്നതാണ്. മറ്റൊന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, നീതി ആയോഗിന്റെ അടക്കം പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. CPIM നിയന്ത്രിക്കുന്നതല്ല ആ സംവിധാനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി ഞാൻ എഴുതിയതാണെന്ന് ശശി തരൂർ നിങ്ങൾ ഈ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി കൃത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് മനു, ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാനൊരു പത്രപ്രവർത്തകനാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾക്കതിൽ തെറ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരുത്തിക്കോ. അല്ലാതെ മനു എന്തെങ്കിലും എന്നെ വിളിച്ച് പഠിപ്പിക്കാൻ എന്റെ ഇഷ്ടപ്പെടായ്മയുടെയോ താങ്കളുടെ ഇഷ്ടക്കേടിന്റെയോ പ്രശ്നമല്ല. അങ്ങ് പറഞ്ഞതിന്റെ കൂടെ തരൂർ എങ്ങനെ അത് പറഞ്ഞു എന്നത് കൂട്ടിച്ചേർക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അങ്ങയുടെ സമയം എടുത്തിട്ടില്ല. ഞാൻ എന്റെ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും CPMനാണെങ്കിലും പാർട്ടി നിലപാടിനെതിരെ ആര് പറഞ്ഞാലും CPMന് ആരെ പറയാൻ പറ്റുമോ? നിങ്ങൾ സുധാകരൻ പറയുന്നതെല്ലാം നിങ്ങൾ അംഗീകരിക്കുമോ? CPMന്റെ മുൻ മന്ത്രി സുധാകരൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ അംഗീകരിക്കുമോ? മിനിങ്ങാന്ന് സുധാകരൻ പറഞ്ഞു CPIക്ക് പഴയ ജനപിന്തുണ ഇപ്പൊ ഇല്ല. പാർട്ടി അംഗീകരിക്കുമോ? CPM ഇല്ലല്ലോ. അപ്പൊ CPMന്റെ നിലപാടുണ്ട്, കോൺഗ്രസിന്റെ നിലപാടുണ്ട്. ആ നിലപാട് അംഗീകരിക്കാത്തത് ശശി തരൂരല്ല, ഏത് വലിയ നേതാവാണെങ്കിലും ശരി തെറ്റാണ്. ആ തെറ്റിനെ കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കും, അത് തിരുത്താനുള്ള അവസരം കൊടുക്കും. ശശി തരൂർ കേരയിൽ വിഷയത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം തിരുത്തിയല്ലോ. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? കേരളയിലെ ശശി തരൂർ കേരളത്തിലെ MPമാരെ ഒപ്പിട്ട് നിവേദനം കൊടുത്തപ്പോൾ ശശി തരൂർ ഒപ്പിട്ടില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് പഠിക്കണം. എന്നിട്ട് അദ്ദേഹം എന്താ എഴുതിയത്? ഞാനിത് ഒപ്പിടാത്തതിന്റെ അർത്ഥം, ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ കേരളീയനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല.
ഞാൻ കേരളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നെഴുതിയാളാ. അപ്പൊ എന്തെങ്കിലും ഒരു ലേഖനത്തിലെ ഒരു വാചകം പിടിച്ച് നിങ്ങൾ പൊക്കി പിടിക്കരുത്. ആ ലേഖനത്തിൽ, ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ കാലാകാലം നിലപാട് മാറ്റുന്ന സ്വാഗതാർഹമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു പരിഹാസമാണ്. മൂർത്തമായ സാഹചര്യം എന്ന് നിങ്ങളുടെ മന്ത്രി പറഞ്ഞല്ലോ, മന്ത്രി ബിന്ദു. മൂർത്തമായ സാഹചര്യത്തിൽ എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ, മൂർത്തമായ എന്ന് വെച്ചാല് എന്റെ സുഹൃത്തി അനിൽകുമാർ ഇപ്പൊ ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുമല്ലോ, മൂർത്തമായ എന്ന് വെച്ചാല് ബോധമില്ലാത്ത എന്ന അർത്ഥമുണ്ട്. അപ്പൊ ബോധമില്ലാത്ത പാർട്ടിക്ക് ബോധമില്ലാത്ത കാലത്ത് എടുത്ത തീരുമാനം ബോധം വരുത്തുമ്പോൾ തിരുത്തുക എന്നും കൂടി ഉണ്ട് അതിന്റെ അർത്ഥം, മൂർത്തമായ എന്ന് വെച്ചാല്. അപ്പൊ അതുപോലെ കോൺഗ്രസിൽ സംഭവിക്കാൻ പാടില്ല. കോൺഗ്രസിന് എപ്പോഴും നിലപാടേ ഉള്ളൂ, ഒരു നയമേ ഉള്ളൂ. അതിനെതിരായിട്ട് ആര് പറഞ്ഞാലും ശരി അത് അംഗീകരിക്കില്ല. അത് ശശി തരൂർ പിണറായി വിജയനെ പൂഴ്ത്തി എന്നുള്ളതുകൊണ്ട് ശശി തരൂരിനെ ജയിപ്പിച്ചു വിട്ടതേ കേരള ഗവൺമെന്റിന്റെ PRO പോലെ പ്രവർത്തിക്കാനല്ല. മനസ്സിലായല്ലോ? കേരള ഗവൺമെന്റിന്റെ PROയും ഇൻഫർമേഷൻ ഓഫീസും അതുപോലെ തന്നെ വേറെ പല സംവിധാനങ്ങളും കാണും. ശശി തരൂരിനെ അപ്പൊ നമ്മുടെ നാട്ടിലൊരു നേട്ടമുണ്ടായാലും ശശി തരൂർ അതിനെ മാറി എന്ന് ചീത്ത വിളിച്ചാൽ നിങ്ങൾ അംഗീകരിക്കും എന്നതാണ് നിങ്ങളുടെ നിലപാട്. ഒരു നിമിഷം താങ്കൾ തുടരുക.